ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതായത് നമുക്കിപ്പോൾ ഇടിയപ്പമൊക്കെ ഇല്ലേ, നൂലപ്പം, അതൊക്കെ ബാക്കി വരികയാണെങ്കിൽ നമുക്കത് ഉപ്പുമാവായിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ അതാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. ആക്ച്വലി ഈ വീഡിയോയ്ക്ക് മുന്നൊരു വീഡിയോ വരേണ്ടതായിരുന്നു. അതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ചെയ്ത് വെച്ചു, പക്ഷെ അത് സേവ് ചെയ്തില്ല. ഞാൻ എന്ത് ചെയ്തു, ഗാലറിയിൽ നിന്ന് കംപ്ലീറ്റ് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചത്, ഇതിലെ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ വീഡിയോസ് മൊത്തം മിസ്സിങ് ആയി. അതുകൊണ്ട് എനിക്കത് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. ആക്ച്വലി അതൊരു പോർക്ക് റോസ്റ്റും ചപ്പാത്തിയുടെ ഒരു വീഡിയോ ആയിരുന്നു. അത് ഞാൻ എഡിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞത്, വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞതായിരുന്നു. പക്ഷേ അത് ഞാൻ സേവ് ചെയ്തില്ല. അതിൽ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പിൽ നമ്മൾ സേവ് ചെയ്യില്ല, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമല്ലോ, അത് ഞാൻ ചെയ്തില്ല. അത് കാരണം ആ ഒരു വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക, ഷോർട്സിന് വേണ്ടി എടുത്തൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ഇതിൽ ഇടിയപ്പം കുറച്ച് ബാക്കി വന്നപ്പോൾ ഞാനത് ഉപ്പുമാവായിട്ടൊന്ന് തയ്യാറാക്കിയതാണ്. അപ്പോൾ അതിന് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് സവോള വേണം, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താണോ അതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴുള്ള വെജിറ്റബിൾസ്, അതായത് സവോള, ഇഞ്ചി, പിന്നെ പച്ചമുളക്, അതും പിന്നെ എന്താ പറയുക, കുറച്ച് കാഷ്യൂനട്ട്. നമ്മൾ സേമിയ ഉപ്പുമാവ് തയ്യാറാക്കിയ അതേ രീതിയിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് നാരങ്ങ നീരൊക്കെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ആ ഒരു സേമിയ ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കണത് അതേപോലെ തന്നെയാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് കാഷ്യൂനട്ടിന് പകരം ഞങ്ങൾക്ക് പീനട്ട് ചേർക്കാം, അതായത് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് നമുക്ക് ബാക്കി ചിലപ്പോൾ കുറച്ച് ഇടിയപ്പമൊക്കെ ബാക്കി വരികയാണെങ്കിൽ നമുക്ക് ഒന്ന് ഉപ്പുമാവാക്കി തയ്യാറാക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇടിയപ്പം തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇടിയപ്പം ഇങ്ങനെ പിച്ചി ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ പിച്ചി ഇടണം. എന്നാലാണ് അത് നമുക്ക് കുറച്ച് കൂടി നല്ലത് ആവുക. അല്ലാണ്ട് അങ്ങനെ തന്നെ എടുത്ത് ഇടരുത്. ഓക്കെ. ഇടിയപ്പം ഉണ്ടല്ലോ, അത് മൊത്തം അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഇതിൽ ഇടരുത്. ഇത് ആദ്യം ഒന്ന് പിച്ചി ഇങ്ങനെ പിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ തയ്യാറാക്കണേ. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യിലും കൂടി തയ്യാറാക്കാം കേട്ടോ. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. നെയ്യിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്, ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും നെയ്യിൽ തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. നമ്മൾ നോർമലി ചിലവർക്ക് ഉപ്പുമാവ് കഴിക്കാൻ മടിയുള്ളവരുണ്ട്, അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവരുണ്ടാവും. പക്ഷെ അത് ഉപ്പുമാവ് നെയ്യിലൊന്നും തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അതൊന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഞാൻ ഉപ്പുമാവിൻ്റെ റെസിപ്പീസൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഉപ്പുമാവ് നമ്മൾ തയ്യാറാക്കുമ്പോൾ നോർമലി സാധാരണ നമ്മൾ ഉപ്പുമാവ് വെള്ളം തിളപ്പിച്ച വെള്ളം ചേർത്തിട്ട് അതിലേക്ക് റവ ഇട്ട് ചേർക്കുകയാണ് ചെയ്യുക. ഈ വെള്ളം എടുക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ ചെയ്യാം. അതായത് ഒരു കപ്പ്, ഇപ്പോൾ ഞാനൊരു അളവ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കപ്പ് റവ എടുക്കുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് ഒരു 2 കപ്പ് 2.25 കപ്പ് എടുക്കും വെള്ളം. ചിലപ്പോൾ 2 കപ്പ് തന്നെ എടുത്തുനിന്ന് വരും. അപ്പോൾ ആ ഒരു 1 കപ്പ് പാലും 1 കപ്പ് വെള്ളം അങ്ങനെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒന്നുണ്ടാക്കിയോ. ഒന്നില്ലെങ്കിൽ തേങ്ങാപ്പാലായിരിക്കാം, അല്ലെങ്കിൽ അത് പശുമ്പാലായാലും കുഴപ്പമില്ല. അപ്പോൾ അതിൽ അങ്ങനെ ഒന്ന് മാറ്റി ഉപ്പുമാവ് ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ, നല്ല ടേസ്റ്റാണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇതിൽ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില വേണമെങ്കിൽ പൊട്ടിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കാഷ്യൂനട്ടും ഇഞ്ചി, പച്ചമുളക് അത് ചേർത്തിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് സവോള ചേർത്ത് വഴറ്റും.
നമ്മളിതിലേക്ക് സവോളയും അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതല്ല ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമ്മളതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുക. ക്യാരറ്റൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കുക്കായി കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കിതിൽ ഞാൻ പറഞ്ഞില്ലേ വേറെ എക്സ്ട്രാ വെജിറ്റബിൾസ് ഇപ്പോൾ പറഞ്ഞ പോലെ പനീർ ചേർക്കാം, പിന്നെ ഗ്രീൻ പീസ് ചേർക്കാം, ബീൻസ് ചേർക്കാം, അതൊക്കെ നമ്മുടെ ഇതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ വെജിറ്റബിൾസൊക്കെ. ഇനി അത് ഒന്ന് അടച്ചൊന്ന് മൂടി ഒന്ന് വേവിക്കുക. ക്യാരറ്റൊക്കെ ഒന്ന് കുക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വേവിക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ലേശം ഒരു നുള്ള് കളറിന് വേണ്ടിയിട്ടാണ്, ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു എരിവ് കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ കുറച്ചൊരു മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ലേശം ഒരു 1/4 ടീസ്പൂൺ മതിയാവും. നമ്മൾ എടുക്കുന്ന ഇടിയപ്പത്തിൻ്റെ ഇതനുസരിച്ച് ചേർത്ത് കൊടുക്കുക മതി. പിന്നെ പച്ചമുളക് നമ്മൾ കൂടുതലാണ് ചേർക്കുന്നതെങ്കിൽ അതിൽ നല്ല എരിവുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ വറ്റൽമുളക് വേണമെങ്കിൽ കടുക് വറുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ എരിവൊക്കെ നോക്കുക. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ മുളക് പൊടി തീരെയും ചേർക്കണം എന്നില്ല കേട്ടോ. അവർക്ക് ഇപ്പോൾ പച്ചമുളക് ആയാലും കുഴപ്പമില്ല, കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതൊരു സ്വീറ്റായിട്ടുള്ള അവർക്കത് ഇഷ്ടപ്പെടും. ഓക്കെ, അതായത് ഈ ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർക്കുക, പച്ചമുളക് അല്ലെങ്കിൽ ഈ എന്താ പറയുക മുളക് പൊടിയും ഒഴിവാക്കിയിട്ട് കുറച്ച് ഷുഗറൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് നാരങ്ങനീര് ചേർക്കേണ്ട കാര്യമില്ല. ഓക്കെ, നാരങ്ങനീര് ഞാൻ പറയില്ലേ ലെമൺ ജ്യൂസ് നിർബന്ധമല്ല, നമുക്ക് അത് ഓപ്ഷനാണ്, താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന്, പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്താൽ നല്ലതാണ്, താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ഓക്കെ, ഇനി നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ പിച്ചി വെച്ചിരിക്കുന്ന ആ ഒരു ഇടിയപ്പം അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു മസാല ആ ഒരു ഇടിയപ്പത്തിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പാത്രം ഒന്ന് അടച്ച് ഒന്ന് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു മസാല സേമിയയിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് ഒരു പകുതി നാരങ്ങ, അത് നമ്മൾ ക്വാണ്ടിറ്റിയുടെ ഇതനുസരിച്ച് ഭയങ്കര പുളിയുള്ള നാരങ്ങ നീരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, അധികം ചേർക്കണ്ട. പകുതി തന്നെ വേണമെന്നില്ല, കാൽ നാരങ്ങയുടെ നീര് തന്നെ ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് ആ ഒരു നാരങ്ങയുടെ ഇത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷനാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ഒരു നുള്ള് പഞ്ചസാര മുന്നേ വഴറ്റുന്ന സമയത്തും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു നുള്ള് പഞ്ചസാര ഒന്നെല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഉപ്പൊക്കെ നോക്കണം, ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പം കൊണ്ടുള്ള ഉപ്പുമാവ് റെഡി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്സൊക്കെ എഴുതി അറിയിക്കുക. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി നല്ല വിശേഷങ്ങളും വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടിൽ ദെൻ ബൈ. പിന്നൊരു കാര്യം കൂടി, നമ്മുടെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.